അസ്സലാമലൈക്കും. ഇന്ന് അടുത്തന്നെയുള്ള മംഗൂൽ പാർക്ക് ഉണ്ട്. വർദുബായില്, വർദുബായ് അല്ല, മംഗൂൽ ഏരിയയിൽ മംഗൂൽ പാർക്ക്. അടുത്തേക്ക് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. അടുത്തേക്കുള്ള ഒരു പോക്കറ്റ് റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇതിലെ മംഗൂൽ പാർക്ക് എത്തൂലേ? ചലേക്ക ഓനോട് ചോദിച്ചിട്ട് പോവാ. मंगोल पार्क किधर जाएगा? मंगोल पार्क कैसे? मंगल नहीं, मलयाली। हाँ, सीधा जाके मिलेगा। आप किधर से? बांग्लादेश। ठीक है, अच्छा। क्या है नाम, क्या है आपका? सईद। ओके, सलाम अलैकुम। अभी ऑर्डर है? അപ്പൊ അവനെ പരിചയപ്പെട്ടു. സയ്യിദ്, ബംഗ്ലാദേശുകാരൻ. ഇവിടെ ഒരു വെള്ളം കുടിക്കുന്ന സ്ഥലം കാണുന്നുണ്ട്. വെള്ളം ഉണ്ടോ നോക്കട്ടെ. വെള്ളം ഉണ്ടേ കുടിക്കാം. സബക് വില്ല, വില്ല 28. ഗണപതിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആഹാ, നമ്മളെ ഏരിയ ആണ് ഇതൊക്കെ. എല്ലാം ഗോൾഡൻ സൺ സ്പോട്ടിന്റെ ഇപ്പുറത്ത് ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട്. ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, ഒന്നും കളിക്കരുത്. കുറച്ച് വെള്ളം നിറച്ച് വെക്കാം, എന്നാ കുപ്പി പാറിപ്പോലോ. ഏത് മംഗൂൽ പാർക്കിലേക്ക് എത്തിക്കും. മംഗൂൽ പാർക്കിൽ കഴിഞ്ഞ പ്രാവശ്യം വരുന്നപ്പോൾ ഈ ഒരു ഷീറ്റ് പരിപാടി ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം മൊത്തത്തിൽ മറച്ചിക്ക്. ഇപ്പം അവിടെ കാണണമെങ്കിൽ കുറച്ചുകൂടി പോകണം. ഇവിടെ ഒരു കഫ്റ്റീരിയ ഉണ്ട്, ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ലോണ്ടറി ഉണ്ട്. അടിപൊളി ചായ, ഇവിടുത്തെയൊക്കെ ചായ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചായ കുടിക്കുന്ന സ്ഥലം. ഇടയ്ക്കിടയ്ക്ക് വരും, അതെന്നെ ശീലാണ് ഇവിടെ. മംഗൂൽ പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. 11:30. നമ്മൾ വന്നപ്പോൾ 11:30 ആയി. ഇത് ക്ലോസ് ആക്കി. മംഗൂൽ പാർക്ക് ക്ലോസ് ആക്കി. സെക്യൂരിറ്റി അത് അവിടെ നിന്നിട്ടില്ല, ക്ലോസ് ആക്കുന്നു. പിന്നെ വാക്ക് ചെയ്യാൻ നടക്കും. വാക്കിങ്ങും ഓട്ടം ചാട്ടമൊക്കെ നടക്കും. പിന്നെ എക്സസൈസ് പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. അതവിടെ അതാ. ഇതൊരു പാർക്കിംഗ് ഏരിയ ആണ്. അതിൻ്റെ തൊട്ടപ്പുറം എക്സസൈസിങ്ങിനുള്ളൊരു ഓപ്ഷൻ. അതിപ്പോൾ 24 ഓപ്പൺ ആണല്ലോ. ഇതാ, ഞാനൊരു 4 മാസം മുമ്പൊക്കെ ഡെയിലി ഇവിടെ വന്നിട്ട് എക്സസൈസ് ചെയ്തിട്ടാണ് പോവാറ്. ഉദാഹരണത്തിന് ഇപ്പോൾ കാണിക്കാം. ഇങ്ങനെ വിളിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ താക്കുമ്പോൾ കൈക്ക് 2 കൈക്ക് ഒരു പവർ വരും. ഒരു ദിവസം വന്നാൽ പിന്നെ അടുത്ത ദിവസം ഭയങ്കര ക്ഷീണമായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് വന്നാൽ അതങ്ങ് റെഡിയാവും. ഇന്ന് ഇത്ര മതി, അല്ലെങ്കിൽ പണി തരും നാളെ. അതെ, ഫസ്റ്റ് ദിവസം കുറച്ച് ചെയ്യാൻ പാടുള്ളൂ എന്ന കണക്ക്. ഇത് നമ്മളെ പുറത്തും പിന്നെ പവറും, മൊത്തത്തിലൊരു പവർ തരും ബോഡിക്ക് മാത്രമായിട്ട്. വാവ്, പവറില്ല. ഇനി വേറൊരു ഐറ്റം കൂടി ഉണ്ട്, അതും കൂടി കാണിച്ചു തരാം. അതിൻ്റെ മേലേക്ക് കയറി നിന്നിട്ട്, രണ്ടാമത്തെ കയറി നിന്നിട്ട് കാലിനുള്ള എക്സസൈസ്. നടക്കണ്ട. ആഹാ, എന്താ സുഖം. ബുർജ് ഖലീഫ, പിന്നെ എല്ലാ ഖലീഫകളും, ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളുണ്ട്. ന്യൂ ദുബായ് മൊത്തത്തിലൊന്ന് കണ്ടുകൊണ്ട്
എക്സസൈസ് ഇങ്ങനെ ചെയ്യാം. ഞാൻ രാവിലെ വരാറുണ്ടായിരുന്നു. ഇൻഷാ അള്ളാ ഇനി വരണം. ഇതിപ്പം രാത്രി 11 മണിയായിക്ക്. ഇവിടെ മൊത്തം വെളിച്ചാണ്. സ്ട്രീറ്റ് മൊത്തം വെളിച്ചാ. അതായത് മൊത്തം വീടുകളാണ് ഇവിടെ. ബിൽഡിങ്ങുകൾ അടുത്തൊന്നുമില്ല. മൊത്തം വീടുകളാണ്. അതിൽ അറബികളുണ്ട്, പിന്നെ നമ്മളെ നാട്ടിലെ ബിസിനസ്സുകാരന്മാരുണ്ട്. ബിസിനസ്സുകാരൊക്കെ ഇവിടെ ഉണ്ട്, ഒരുപാടുണ്ട്. മെയിനായിട്ട് ഫാമിലി ആയിട്ട് താമസിക്കുന്ന കുറേ തമിഴന്മാരൊക്കെ ഉണ്ട്, ബിസിനസ്സുകാർ. ഓ, ഇന്നത്തേക്ക് ഇത്ര മതി. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റിനുള്ളതായില്ലേ? വാ, ഡൺ. ബുർജ് ഖലീഫേൻ്റെ ഇടയിലതാ. ഇതല്ലല്ലോ, ഇവിടെ പോയി ഇവിടെ ഉണ്ടല്ലോ, കാണുന്നില്ലല്ലോ. ലൈറ്റിങ് കുറവാളിന്ന്. അതാ എന്നിട്ട് ഇവിടുന്ന് തിരിക്കുകയാണ്, മംഗോൾ പാർക്കിൽ നിന്ന് ഇറങ്ങുകയാണ്. സാധാരണ ഒരു പ്രവാസി അല്ല, ഒരു എംപ്ലോയി സെയിൽസിൽ നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു എംപ്ലോയി ആയിട്ട് നിൽക്കുന്ന ഒരാൾ, അയാളുടെ ജീവിതം നോർമലായിട്ട് ഇങ്ങനെ റൗണ്ട് പോലെ. ഇതാ ഇപ്പം ഇവിടെ ഒരു റൗണ്ട് ഉണ്ട്, റോഡ് ഒരു റൗണ്ടാണ്, അത് ചുറ്റിക്കൊണ്ടേയിരിക്കും. അതേപോലെ ഒരു ദിവസം എണീക്കുക, രാവിലെ എണീക്കുക, പല്ലേക്ക പണ്ടാരടങ്ങ പണിക്കോവുക, പിന്നെ വന്ന് കിടന്നുറങ്ങുക, പണ്ടാരടങ്ങ പണിക്കോവുക. ആ ഒരു സെറ്റപ്പാണ് എല്ലാവർക്കും മൊത്തത്തിൽ വരുന്ന എംപ്ലോയീസിന്. നല്ല ജോലി ഉള്ള ആളുകൾ ഉണ്ടാകും, പിന്നെ ജോലിയിൽ പ്രയാസമുള്ള ആളുകളുണ്ടാവും, ജോലി ഒരു കൂളായിട്ട് എടുക്കുന്ന ആളുകളുണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിജയം ഉണ്ടാവും വിചാരിച്ചിട്ട് ജോലിക്ക് വണ്ടി നിർത്തി കൊടുക്കും. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം എനിക്കൊരു വ്യത്യസ്തത ഉണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ. രാവിലെ തന്നെ ഒരു സുഹൃത്തുണ്ട്, ഒരു കസ്റ്റമർ, യൂസഫ് എന്ന പേര്. മോൻ എനിക്കൊരു ഗിഫ്റ്റ് ആയിട്ട് വന്നത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ആരും കാണാതെ ഒരു ഗിഫ്റ്റ് തന്നു. എന്താണെന്നറിയോ? ഒരു പെർഫ്യൂം, പുതു വേൾഡിൻ്റെ നല്ലൊരു പെർഫ്യൂം വന്നു. ആ പെർഫ്യൂം ഇപ്പോൾ ഇട്ടിട്ടാണ് ഞാൻ വന്നത്. അതിൻ്റെ ഒരു മണം ഇപ്പവും പോയിട്ടില്ല. ഒരു 4 ദിവസം മുമ്പ് ഓൻ്റെ അടുത്ത് നിന്ന് ആ പെർഫ്യൂം എനിക്ക് മണത്തപ്പോൾ ഞാൻ ഓനോട് ജസ്റ്റ് പറഞ്ഞതായിരുന്നു, നല്ല പെർഫ്യൂം ആണല്ലോ, എവിടുന്ന്, അങ്ങനെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപ്പം 4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പെർഫ്യൂം കൊണ്ടു തന്നു. എനിക്ക് വല്ലാത്ത സന്തോഷം. എന്താ, പെർഫ്യൂം അല്ലേ, റസൂലിൻ്റെ സുന്നത്ത്, അതും കിട്ടി. നല്ലൊരു സുഹൃത്തിൻ്റെ ഒരു സമ്മാനം. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരു വളരെ ഒരു ഹാപ്പിയായ ദിവസമായിരുന്നു. അൽഹംദുലില്ലാഹ്. യൂസഫ് എന്ന ആ സുഹൃത്തിൻ്റെ പേര്. യൂസഫ് നമ്മളെ ബിൽഡിങ്ങിൽ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നൊരു എൻജിനീയറാണ്. അവനും അവൻ്റെ ഒരു ചങ്ങായിയുണ്ട് മുഹമ്മദ്. അവർ രണ്ടാളും കൂടിയാണ് വരാറ് ഭക്ഷണമൊക്കെ കഴിക്കാൻ. ഭക്ഷണം, ചായ, മെയിനായിട്ട് ചായ കുടിക്കാനുള്ള വല്ല പരിപാടി രാവിലെ തന്നെ. മംഗോൾ പാർക്ക് അടച്ചു പോയിട്ടുണ്ട്, പക്ഷെ സാരമില്ല, നമ്മളിനിയും ട്രൈ ചെയ്യും. ഇങ്ങനെയുള്ള പുതിയ പുതിയ സ്ഥലങ്ങൾ നോക്കും. ഇതൊരു പ്ലാൻ ഇല്ലാതെ വന്നതാണ്. ഞാൻ മൊത്തത്തിൽ ദുബായ് കറാമയിലേക്ക് വന്നതാണ്. അവിടെ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാണ്ടായിരുന്നു, മൊബൈലിൻ്റെ കുറച്ച് ആക്സസറീസും പിന്നെ മൈക്കും, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ അതൊക്കെ വാങ്ങി. പിന്നെ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് വന്നതായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ടൈം പൊളിയാക്കാം. ഓക്കെ, സി യു സൂൺ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ, ഫോളോ ചെയ്തിട്ടാൽ നമുക്ക് എല്ലാ വീഡിയോയും ഉഷാറാക്കി ഇടാം. ഈ ദുബായ് പരസ്യം ബോർഡുകളിൽ പരസ്യം ഇടുന്ന രംഗമാണ്. രാത്രിയാണ്, 12 മണിയാക്കി. രാത്രി 12 മണി ആള് പരസ്യം ഇടാൻ വന്നത്. നോക്കാം എങ്ങനെ പരസ്യമിട്ട് പോകുന്നു.
ഒരുപാട് സാധനങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മുമ്പത്തെ പരസ്യം അതാ താഴെ കിടക്കുന്നു. ആ സൈഡ് ഭാഗത്തായി കിടക്കുന്നതാണ് മുമ്പത്തെ പരസ്യങ്ങൾ ഒഴിവാക്കി. എന്തായാലും സെറ്റപ്പ് അടിപൊളിയാണ്. ഇപ്പം ഏത് കമ്പനിയാണ് മേടിച്ചെന്ന് അറിയില്ല. ഏതായാലും നല്ല പരസ്യം ചെയ്യാൻ ഒരു ഇത്രയും എമൗണ്ട് ഉള്ള ഒരു കമ്പനിയാണ് പരസ്യം ചെയ്യുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു ഫാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാം. ബാങ്ക് ഓഫ് ബറോഡ, നമ്മളെ ഇതിഹാസം, ക്രിക്കറ്റിൻ്റെ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ. അത് അറബിയാണ് കേട്ടോ എഴുതിയത്. നെഹ്തഫിലു ബി മൊറൂറി, എന്തോ കാര്യമുണ്ട്. 50 yearsൻ്റെ എന്തോ കവറാണ്. എന്തായാലും സച്ചിൻ ഇപ്പോഴും ഉണ്ട്. ബാങ്ക് ഓഫ് ബറോഡ. തൊട്ടടുത്തുള്ള ഹോട്ടലുകൾ വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽ, 5 സ്റ്റാർ ഇല്ല 4 സ്റ്റാർ ഒക്കെ ഉള്ള ഹോട്ടൽ സിറ്റി മാക്സ്, അതുപോലെ അതിനപ്പുറം മൻഹട്ടൻ, അതൊക്കെ ചെറുത്. പിന്നെ അതിൻ്റെ ഇതിപ്പുറം ഒരു ഗ്രാൻഡ് എക്സൽ, കുഴപ്പമില്ലാത്തൊരു ഹോട്ടലാണ്. ഹോട്ടൽ എന്ന് പറയുമ്പം റെസിഡൻസ് ആയിട്ടുള്ള 1 day സ്റ്റേ, 1 week സ്റ്റേ, അങ്ങനത്തെ. നോർമലി ഇന്ത്യയിൽ നിന്നൊക്കെ ഒരു ടൂർ പാക്കേജ് ആയിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഹോട്ടലുകളിലാണ് കൊണ്ടുവരാറ്. ഇങ്ങനത്തെ ഹോട്ടലിൽ കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് പ്രത്യേകം ഈ കാണുന്ന നിരത്തിയിട്ട വണ്ടികളൊക്കെ ഇല്ല, ഇതൊക്കെ ആഡംബര വണ്ടികൾ, ടാക്സി ആയിട്ട് ഓടുന്ന വണ്ടികളാണ്. അദ്ദേഹം കുറേ നേരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. പെർഫെക്ഷനായിട്ട് വെക്കണ്ടേ, ഇട്ട് പണിയെടുത്ത് പോക്കല്ലല്ലോ. കുറേ ആൾക്കാർ പണിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയമായി. ഇപ്പോഴാണ് ഇദ്ദേഹം പണിയെടുക്കുന്നത്, നമ്മൾ വ്ളോഗും ചെയ്യുന്നത്. വേഗം തീർത്താൽ നാളെ വേഗം പണിക്ക് പോയായിരുന്നു, അല്ല ഉറക്കമായിക്കും. Hello brother, how are you? Where Aina Anta? Where are you? English? English. Okay, English. Anta Misri? You I'm Misri? Ethiopia. Ethiopia? Yeah. All right. Your work start now or before? No. Now just 12 o'clock. Yeah. Yeah. You have how many weeks like this? So many days. Today I think 5. 5 like this. Yeah. You take more 10 minutes, 20 minutes for this putting and cleaning. More time? I think we do all things with that. Hmm. So you see those people, yeah? Yeah, this Yeah, area. we are together. Yeah, together also. Yeah. Nice. Which one is your company? Sky Blue. Sky Blue. Yeah, nice. You know? I know Sky Blue. Yeah. Sky Blue. Yeah, big company. Yeah. Okay. You work delivery? What is a delivery and but now work is finished. I just like going, walking, Oh, yeah. just chilling. That's it. Okay. Good. Yeah, nice. What is your name? Usama. Usama. Nice. Yeah. Yeah. What about Asif Ali. Asif? Asif Ali. Asif Ali. Yeah. Nice to meet you. Okay. Assalamu alaikum. Like Salam. വീഡിയോ കിട്ടിയിട്ടില്ല അല്ലേ? ഒരു ഇത് കഴിയാൻ കുറേ സമയം എടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് പോവാം, നാളെ ജോലിക്ക് പോകണം. ഒരാൾ മാത്രമല്ല, ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട് ഇതിന്. കണ്ടോ, സ്കൈ ബ്ലൂ. ഇവിടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സിന് ചെയ്യുന്നുണ്ടോ? ബസ്സിന് ചെയ്യില്ല, ബസ് സ്റ്റോപ്പിന് ചെയ്യും. ബ്രദർ, താങ്ക് യു. നമ്മളവിടുന്ന് പോയി. ദുബായിൽ ആരും പട്ടിണിയാവില്ല എന്ന് പറഞ്ഞ ഒരു കാരണമുണ്ട്. ഇതൊരു ഭക്ഷണം വെക്കുന്ന ബോക്സ്. അതിൻ്റെ അകത്ത് ഭക്ഷണം കൊണ്ടുവെക്കും അറബികൾ.
അറബികൾ തന്നെയൊന്നുമില്ല, എല്ലാവരും ഭക്ഷണം ഉണ്ടാക്കും. പിന്നെ ടാക്സിക്കാര്, ഡെലിവറിക്കാര്, അതുപോലെ ഭക്ഷണം മേടിക്കാനൊരു കഴിവില്ലാത്ത ആൾക്കാർ, അങ്ങനെയല്ല, ആളുകളൊക്കെ കൊണ്ടുപോകും. അത്രക്കാരൻ ഫുഡ് അതിൽ വരുന്നുണ്ട്. വരുന്നതും പോകുന്നതും പെട്ടെന്നായിരിക്കും. ഞങ്ങൾക്ക് നോമ്പിന് കഴിഞ്ഞ നോമ്പിന് 10 ദിവസത്തോളം ഷോപ്പ് ലീവ് ഉണ്ടായിരുന്നു. അന്ന് 1-2 തവണ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ല ഭക്ഷണം കൊണ്ടാക്കുമായിരിക്കും. അതായത് റെസ്റ്റോറൻറ്റുകളിൽ നിന്നെല്ലാം മേടിച്ച് ഇവിടെ ഡെലിവറി ചെയ്യാൻ പറയുന്ന ടീംസ് വരെ ഉണ്ട്. ഒരു 10 ബിരിയാണി അല്ലെങ്കിൽ ഒരു 10 ഫ്രൈഡ് റൈസ്, സാൻഡ്വിച്ച് അതൊക്കെ ഓർഡർ ചെയ്ത് ഇത് പെട്ടിൻ്റെ ഉള്ളിൽ കൊണ്ടാക്കാൻ പറയുന്ന പണക്കാരായ ആളുകളും ദുബായികളിലുണ്ട്, ദുബായ് നഗരങ്ങളിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് വൈൻഡപ്പ് ചെയ്യാമെന്നാണ് കരുതുന്നത്. കാരണം ഒരുപാട് വണ്ടികളും എല്ലാം ഉണ്ട്.